അതിലെനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത്, ഞാൻ ആ പത്രത്തിൻ്റെ പേരെടുത്ത് തന്നെ പറയാം, കേരള കൗമുദി. ആരുടെയൊക്കെ പ്രേരണ കൊണ്ടാണ് പിന്നെ ഞാൻ അതിനെ കൊന്നുകളഞ്ഞു എന്നും പറഞ്ഞിട്ടൊരു വാർത്ത പത്രത്തിൽ കൊടുത്തായിരുന്നു. അതിനകത്തിരിക്കുന്ന കുറച്ച് പേര് ചേർന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ എന്നെ ഈ വനം വകുപ്പിൽ നിന്ന് മൊത്തത്തിൽ പറഞ്ഞു വിടാൻ തന്നെ ശ്രമിക്കുന്ന ഒത്തിരി പേരുണ്ട്. കർമ്മഫലം എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അത് നമുക്ക് പ്രകൃതി തരും, ഉറപ്പാണ്. എൻ്റെ വകുപ്പാണ് എനിക്ക് ചോറ് തരുന്നത്, അവരാണ്, ആ ഡിപ്പാർട്ട്മെൻറ്റാണ് എനിക്ക് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യില്ല. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ അപ്രീഷിയേറ്റ് ചെയ്തു, അതാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ്. അതിനേക്കാൾ വലിയൊരു ആ പറഞ്ഞ കാര്യം എനിക്ക് എന്താണ്, ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കണം എന്നുണ്ട്. എപ്പോൾ വരും എന്ന് ചോദിക്കും, ഞാൻ പറയില്ല മറുപടി, കാരണം നമുക്കത് പറയാൻ പറ്റൂല. കാരണം ഞാൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ധാരണയില്ല. നമ്മൾ പോകുന്നു, ഓക്കെയാണ്, തിരിച്ചു വരുന്നത് നടന്നാണോ പെട്ടിയിലാണോ എന്തിലാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണയില്ല. അങ്ങനെ ഒരു ജോലിക്കാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരോടും പറയും, ഞാൻ ഇങ്ങനെ എന്തുവാണ് സമ്പാദിച്ചു തന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ തരൂല. എനിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. പഠിപ്പിക്കും, ഞങ്ങൾക്ക് രണ്ടുപേരും സർക്കാർ ജോലിക്കാരാണ്. ഏതുവരെ പഠിക്കണമെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കും. കിങ് കോബ്രയുടെ റെസ്ക്യൂ വന്നതിന് ശേഷം എനിക്ക് പാകിസ്ഥാനിൽ നിന്ന് വരെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. ആദ്യത്തെ ഒരു കോബ്രയെ പിടിച്ചപ്പോൾ ഒരു വീഡിയോ വൈറലായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഇതുപോലെ അവാർഡ്സൊക്കെ വാങ്ങി ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ എന്തുവാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഒരു സ്ത്രീയെ വളർന്നു വരാൻ അനുവദിക്കരുത് എന്നുള്ള രീതിയിൽ പല രീതിയിലും എന്നെ മോശക്കാരി ആക്കിയിട്ടുണ്ട്. റീസെൻ്റ്ലി ഒരു വാർത്ത കണ്ടിരുന്നു, സ്റ്റേറ്റ് ലെവൽ കബഡി പ്ലെയറായ ബ്രിജേഷ് സോലങ്കി എന്ന് പറയുന്ന ഒരു പുള്ളിയെ പട്ടി കടിച്ചു കൊണ്ട് റാബീസിന് ഇഞ്ചക്ഷൻ ഒന്നും എടുത്തില്ല, ആൾ മരിച്ചുപോയി. അപ്പോൾ റാബീസ് പലരും അവെയറായിട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ അതിന് വാക്സിനേഷൻ എടുക്കണമെന്ന് ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. കടിച്ചു കഴിഞ്ഞാൽ പോലും ആരും ബോധേഡല്ല. അപ്പോൾ അത് എത്രമാത്രം ഹാംഫുൾ ആണ്? എനിക്ക് അങ്ങനെ പട്ടി കടിക്കുന്ന അതിനോട് മീൻസ് ഇപ്പം റാബിസിൻ്റെ ഇഞ്ചക്ഷനൊക്കെ ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ പഴയ ഇപ്പം ഇടയ്ക്ക് ഒരു 1-2 കുഞ്ഞുങ്ങളൊക്കെ മരിച്ചത് നമ്മൾ വാർത്തയിൽ കേട്ടിരുന്നല്ലോ, റാബിസിൻ്റെ കാര്യമൊക്കെ. ഇപ്പം ഈ എന്തുവാണ് പാമ്പിൻ്റെ ബൈറ്റ് പോലെ തന്നെ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് റാബിസിൻ്റെ. അപ്പം നമ്മളത് അപ്പോഴും തന്നെ ഇത് ഇപ്പം പാമ്പ് കടിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ആൻറ്റിവെനം തന്നെ ചെയ്യണം. ആൻറ്റിവെനം ചെയ്യാൻ താമസിക്കും തോറും അത് അത്രമാത്രം ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് ചേച്ചിക്ക് ഒന്നിനും പേടിയില്ലെന്നുള്ളത് എനിക്കറിയാം. എന്തെങ്കിലും ഇതുവരെ പിടിക്കാത്ത, റെസ്ക്യൂ ചെയ്യാത്ത എന്തെങ്കിലും, ഇപ്പൊ ക്രോക്കഡൈലൊക്കെ പോലത്തെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഉള്ളിൽ ആഗ്രഹം ഉണ്ടോ? അങ്ങനെ എന്തുവാണ് ഇതുവരെ കിട്ടാത്ത കടുവ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പോയിട്ടില്ല. അത് മീൻസ് എനിക്ക് നമ്മുടെ വേറെ ജില്ലയിലൊക്കെ ഉണ്ട് കടുവയുടെ റെസ്ക്യൂവിന് പോകുന്നുണ്ട്, കരടി, പുലിയുടേതുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും എൻ്റെ ഓഫീസിൽ തന്നെ ഞാൻ പറയാറുണ്ട്, വേറെ ജില്ല എഴുതി പോയാൽ മതിയായിരുന്നു, തിരുവനന്തപുരം ജില്ലയാണ്, നമുക്കിവിടെ കടുവയൊന്നുമില്ല. പുലിയും ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ, അല്ലാതെ നമുക്ക് അങ്ങനെ ഇതുവരെ നാട്ടുമ്പുറത്തൊന്നും അങ്ങനെ പുലിയൊന്നും കണ്ടിട്ടൊന്നും അങ്ങനെ ഒന്നുമില്ല. നമുക്കങ്ങനെ റെസ്ക്യൂ അധികം വന്നിട്ടില്ല പുലിയുടെ. അപ്പോൾ വേറെ ജില്ലയിലൊക്കെ ഉണ്ട്. വയനാടൊക്കെ മിക്കവാറും എല്ലാ ദിവസവും കാണും ഇതുപോലെ ഒരു അതിങ്ങനെ വാർത്തയൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിട്ടിയ ഭയങ്കര താല്പര്യമാണ്. കാരണം ഒന്നാമത്തേലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരം DRB തിരുവനന്തപുരമാണ് ഞാൻ നമ്മുടെ ഡിസ്ട്രിക്ട് വൈഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരം ജില്ല വെച്ചിട്ടാണ് എഴുതി എനിക്ക് തിരുവനന്തപുരത്താണ് കിട്ടിയത്. അപ്പോൾ ഇനി അടുത്ത എൻ്റെ പ്രൊമോഷൻ വരുമ്പോഴാണ് എനിക്ക് ഈ തിരുവനന്തപുരം ജില്ല വിട്ടു പോവേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഞാൻ എൻ്റെ ഓഫീസിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ഡെപ്യൂട്ടേഷൻ വല്ലതും തന്ന് എന്നെ വേറെ ജില്ലയിലോട്ട് ആക്കിത്തരാനൊക്കെ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. കാരണം എനിക്കിഷ്ടമാണ്. എനിക്ക് ഈ ഇതിൻ്റെയൊക്കെ അവരൊക്കെ ചെയ്യുന്ന റെസ്ക്യൂ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു താല്പര്യമാണ് അങ്ങനെ പോയി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അത് പിന്നെ ക്രോക്കഡൈലൊന്നും നമുക്കങ്ങനെ ഇല്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ ഈ റെസ്ക്യൂ ചെയ്യാൻ ഞാൻ എന്ത് റെസ്ക്യൂവിന് വേണമെങ്കിലും ഞാൻ പോകും. എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, എന്ത് കിട്ടിയാലും പിടിക്കും. അടിപൊളി. ചേച്ചി ഫുൾ തിരക്കിലാണെന്നറിയാം. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് പ്രസൻറ്ററായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്? കാരണം വീട്ടിൽ പേഴ്സണൽ ലൈഫ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, കുട്ടികളുടെ കാര്യം മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, ഫാമിലി ലൈഫ് ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ ഇതുപോലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ വനവകുപ്പിന് വേണ്ടിയിട്ട് ജോലി ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടെ ആകാശവാണിയിൽ പോകുന്നു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, ദൂരദർശനിൽ പോകുന്നു. എങ്ങനെയാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചേച്ചി?
ഇല്ല, ഞാൻ ശരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന എൻ്റെ ഡ്യൂട്ടിയാണ്. ജോലി ഡ്യൂട്ടി ഫസ്റ്റ് എന്നാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടവും വനം വകുപ്പിലെ ജോലിയാണ്. പക്ഷേ ആ ദൂരദർശനെ വിട്ടിട്ട് വരാനുള്ളൊരു വിഷമം കൊണ്ടാണ് ഗവൺമെൻറ് ഓർഡർ വാങ്ങിയിട്ട് നമുക്കങ്ങനെ KSR റൂൾസിലുണ്ട്, നമുക്ക് കലാപരമായിട്ടുള്ളതിൽ ചെയ്യാം, നമ്മുടെ ജോലി തടസ്സപ്പെടാതെ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ എപ്പോഴേക്കായിരിക്കും പോകുന്നത്? ഇല്ല, എനിക്കത് വൈകുന്നേരം ഫാം ന്യൂസാണ്, 6:30 മണിയുടെ ലൈവ് ന്യൂസ് മാത്രമാണ്. അപ്പോൾ ഒരു 5:30 മണിയൊക്കെ ആകുമ്പോൾ പോയാൽ 6:30 മണിക്ക് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറത്തെ കാര്യമുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു വരും. പോകുന്ന വഴിക്ക് റെസ്ക്യൂ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ട് പോകും, തിരിച്ച് വരുന്ന വഴിക്ക് റെസ്ക്യൂ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ട് വരും. അപ്പോൾ എനിക്കതൊരു എൻ്റെ ഡ്യൂട്ടിക്ക് ഒരിക്കലും എനിക്കൊരു തടസ്സം ഇതുവരെ ആയിട്ടില്ല. വീട്ടിലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതെ, എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും 2 മക്കളും, ഞങ്ങൾ 4 പേരും മാത്രമേ ഉള്ളൂ. പക്ഷേ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ വീട്ടിലുമുള്ള എല്ലാ ജോലിയും എൻ്റെ വീട്ടിലും ഉണ്ട്. ഞാനൊക്കെ രാത്രി ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എത്രയോ പാമ്പിൻ്റെ കോൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ എന്താണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോൾ പാമ്പിൻ്റെ കോൾ വന്ന് ഞാൻ ഇട്ടിട്ട് പോയ സംഭവം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പോയിട്ട് എന്തുവാണ് ഞാൻ അതുവഴിക്കങ്ങ് പോവും. പിന്നെ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവർ കഴിച്ചാലുണ്ട്, കഴിച്ചില്ലെങ്കിലുണ്ട്, ചിലപ്പോൾ ഉണ്ടാക്കി കാണൂല. ചിലപ്പോൾ ഞാൻ വരുമ്പോൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരും. ബാലൻസ് ചെയ്ത് ഒരുവിധം പോകാനായിട്ട് ഞാൻ അത്യാവശ്യം എല്ലാം ബാലൻസ് ചെയ്ത് പോകും. പിന്നെ ഇതുപോലെ എന്തെങ്കിലും പ്രോഗ്രാംസ് വിളിക്കാറുണ്ട്, അങ്ങനെ പോകാറുണ്ട്. ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, അവയർനെസ് ക്ലാസ്, സ്കൂള്, കോളേജ്, പഞ്ചായത്ത് മുതലായ എല്ലാ സ്ഥലങ്ങളിലും അവയർനെസ് ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, 24 മണിക്കൂറാണോ അധികം വല്ലതും തന്നിട്ട്? 24 മണിക്കൂറൊക്കെ നമുക്ക് ധാരാളമാണ്, കൂടുതലാണ് ശരിക്കും. എന്നിട്ട് പിന്നെ അതിൽ തന്നെ 6 മണിക്കൂർ നമ്മൾ കിടന്നുറങ്ങണില്ലേ? അതെ അതെ അതെ. അത് പിന്നെ ഞാൻ റീൽസ് ചെയ്യും, മീൻസ് വെറുതെ അതൊക്കെ ഒരു വെറുതെ എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതെ അതെ. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരോടും പറയും, ഞാൻ ഇങ്ങനെ എന്തുവാണ് സമ്പാദിച്ച് തന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ തരൂല, എനിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. പഠിപ്പിക്കും, ഞങ്ങൾക്ക് 2 പേരും സർക്കാർ ജോലിക്കാരാണ്. ഏതുവരെ പഠിക്കണമെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കും. ജോലി വാങ്ങിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ മീൻസ് എന്ത് വേണം ഉറപ്പായിട്ടും അവരത് ചെയ്തോളണം. അല്ലാതെ ഞാൻ ചെയ്ത് തരും എന്നൊരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം ഞാൻ സാരിയൊക്കെ വാങ്ങിക്കും, അമ്മ സാരി ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഉറപ്പായിട്ടും ഞാൻ വാങ്ങിക്കും. എനിക്ക് ഭംഗിയായിട്ട് നടക്കണം, എനിക്കൊരുങ്ങി നടക്കണം. അടുത്ത നിമിഷം എന്താണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. ഇപ്പം നാളെ രാവിലെ ഞാൻ എണീക്കുമോ എന്നുള്ളത് എണീറ്റാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ, പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ ലൈഫ് മാക്സിമം എനിക്ക് എൻജോയ് ചെയ്ത് ജീവിക്കണം എന്ന് താല്പര്യമുള്ള അങ്ങനെ തന്നെയാണ് ഞാനും ജീവിച്ചു പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരുന്നുണ്ട്, പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എല്ലാം പറ്റുന്നത് പോലെ ഡീൽ ചെയ്യും. എല്ലാം തറയിൽ കൂടിയാണല്ലോ വരുന്നത്, നമ്മൾ നോക്കും. ഈ കുട്ടികളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് അറിയുന്നത്. കാരണം ഒരുപാട് ആൾക്കാരെ റെസ്പെക്ട് ചെയ്ത് നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരാൾ, പിള്ളേർ എന്നെ ചിന്തിക്കില്ലേ, എൻ്റെ അമ്മ ദൈവം ഇത്ര വലിയ പാമ്പിനെയൊക്കെ പിടിക്കുന്നു. അവർക്ക് തന്നെ പേടി, എല്ലാവർക്കും പേടിയല്ലേ. അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വേർഡ്സ് ഓഫ് ആ ഒരു അടിപൊളി സംഭവമാണല്ലോ അങ്ങനെ? എൻ്റെ പിള്ളേർ മൈൻഡ് പോലും ചെയ്യൂല. ഞാനിങ്ങനെ അന്ന് കിങ് കോബ്രയെ പിടിച്ചപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സ്കൂളിൽ ടീച്ചർ അങ്ങനെ വല്ലതും ചോദിച്ചാടാന്നൊക്കെ ചോദിച്ചു. അപ്പം അമ്മ എന്തുമിണ്ടായിരിക്കും, നമ്മളെ സ്കൂളിലെ ടീച്ചർമാർക്കൊന്നും പാമ്പിന് പേടിയില്ല എന്ന് പറഞ്ഞ മക്കളാണ് എൻ്റെ മക്കള്. അപ്പം അതുകൊണ്ട് അവരതുമായിട്ട് വളരെയധികം മിങ്കിൾഡാണ്. അവർക്കതിൽ വലിയൊരു സംഭവമായിട്ട് അവർക്ക് പേടിയുമില്ല അങ്ങനെ. ഞാൻ രാത്രിയൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പാമ്പിനെ ഇവിടെ വീട്ടിൽ കൊണ്ടുവരാറുണ്ട്. വന്നിട്ട് രാവിലെ ഓഫീസിൽ പോകുമ്പോഴാണ് മുമ്പ് ചെയ്തുകൊണ്ട്, ഇപ്പം ഞാൻ അങ്ങനെ കൊണ്ടുവരാറില്ല. കാരണം ഇടയ്ക്ക് ഞാൻ സന്തോഷ് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഒരു പാമ്പിൻ്റെ കാറിനകത്ത് ചാടിപ്പോയ ഒരു സംഭവം. അതിനുശേഷം ഞാൻ അങ്ങനെ കൊണ്ടുവരാറില്ല. അല്ലെങ്കിൽ അതിന് മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കും അവരറിഞ്ഞായിരുന്നു കാറിലുണ്ടെന്ന് പിന്നീട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അറിഞ്ഞാലും അവർക്ക് അങ്ങനെ പേടി അങ്ങനെ പേടിയില്ല, അവർക്ക് കുഴപ്പമില്ല. ചേട്ടന് പേടിയാണ്, ഭയങ്കര പേടിയാണ്. വഴക്ക് പറയും പിടിക്കുന്നതിനൊന്നും പ്രശ്നമല്ല, ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് പറയും. പുള്ളിക്ക് ഇപ്പൊ ഉള്ളിൽ എപ്പോഴും പേടിയാണോ ഇങ്ങനെ പോകുമ്പോ എന്തെങ്കിലും പോകുന്നതിനൊന്നും പറയാറൊന്നുമില്ല. ഞാൻ രാത്രിയൊന്നും പോകുമ്പോൾ പറയാറ് പോലും ഇല്ല, പോകുന്നൊന്നും പറയാറില്ല. ഞാൻ പോയിട്ട് ഞാൻ വരും. അല്ലാതെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന പരിപാടി കുറവാണ്, വളരെ കുറവാണ്. മുമ്പൊക്കെ പറഞ്ഞിട്ട് പോകാറുണ്ട്. പിന്നെ എപ്പോഴും സ്ഥിരമായപ്പോൾ എല്ലാ ദിവസവും ഒരു ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ പറയാറില്ല, പിള്ളേരോട് പറയും. പിന്നെ ചിലപ്പോൾ മോന് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവനും എൻ്റെ കൂടെ കാറിലൊക്കെ വന്ന് കിടക്കാറുണ്ട്. അവനിങ്ങനെ എന്തുകൊണ്ട് ഷീറ്റും കൂടി എടുത്തുകൊണ്ട് വന്ന് കാറിനകത്തങ്ങ് പുറകിലെ സീറ്റിലങ്ങ് കിടന്നങ്ങ് ഉറങ്ങും. എന്നിട്ട് കാറിലായിരിക്കും ഞാൻ കൂടുതലും പോകുന്നത്. അങ്ങനെയൊക്കെ വരാറുണ്ട്. അല്ലാതെ പോകരുത് എന്നുള്ളൊരിത് എന്നൊരിത് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യം നടക്കുകയില്ല. പ്രേക്ഷകർ കേട്ടല്ലോ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിൽ ഉറപ്പായിട്ടും ഒരു സ്ത്രീ കാണും അല്ലെങ്കിൽ ഉണ്ടാവണം എന്നുള്ളത്. പക്ഷെ
നേരെ തിരിച്ചും കൂടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഇപ്പം സ്ത്രീകളുടെ വിജയത്തിന്റെ പിന്നിൽ ഒരു പുരുഷൻ എപ്പോഴും നമുക്ക് തുണയായിട്ട് നിന്ന് കുറച്ച് സാക്രിഫൈസസ് ചെയ്യാൻ അവരും കൂടി വില്ലിങ് ആയ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി അടിപൊളിയും കളർഫുള്ളും ഒരുപാട് നമുക്ക് കാര്യങ്ങൾ സക്സസ് അച്ചീവ് ചെയ്യാനും പറ്റും. എനിക്ക് നാട്ടുകാരുടെ റെസ്പോൺസ് അറിയാൻ ഭയങ്കര കൗതുകമാണ്. അറിയാലോ, എല്ലാവർക്കും പേടിയുള്ളൊരു സംഭവം വളരെ ലാഘവത്തോട് കൂടി ചെയ്യുന്ന ഒരാളെ പുറത്തൊക്കെ അയൽപ്പക്കത്തൊക്കെ ആൾക്കാർ കാണുമ്പോൾ അവരുടെ റെസ്പോൺസ് ഇങ്ങനെ വന്ന് പറയാറുണ്ടോ, എങ്ങനെയാ പേടിയില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണേന്നൊക്കെ? അതെ, ഭയങ്കര കാര്യമാണ്. ഇപ്പം ഇത് എൻ്റെ നാടല്ല ശരിക്കും. എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ്. 18 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട്. പക്ഷേ എൻ്റെ നാട്ടിലുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ ഇവിടെ എൻ്റെ ഹസ്ബൻഡിനോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം എൻ്റെ അവിടെ. ചേട്ടൻ്റെ അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് വരെ എന്നെ വളരെ നന്നായിട്ട് അറിയാം. ചേട്ടനൊക്കെ കുറച്ചുകൂടി ഒരു ഒതുങ്ങിയ ടൈപ്പാണ്. അപ്പം ഭയങ്കര കാര്യമാണ്. കാരണം ഇവിടെ മീൻസ് എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത വീടുകളിൽ നിന്നെല്ലാം ഞാൻ പാമ്പിനെ പിടിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്തു നിന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര കാര്യമാണ്. എവിടെ നാട്ടുകാർക്കെല്ലാം ഒക്കെ നല്ല സ്നേഹമാണ്, അവരും ഒക്കെ നല്ല സപ്പോർട്ടാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഒക്കെ നല്ല സപ്പോർട്ടാണ്, ഫാമിലി സപ്പോർട്ടാണ്. അപ്പോൾ അവരെല്ലാം എന്തുവാണ് ഒരു ഭയങ്കര ഒരു ധീരയായ വനിതയായിട്ടാണ് എന്നെ വച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അംഗീകാരങ്ങളും ഒരുപാട് അത് ഞാൻ കണ്ടു. ഇവിടെ ഫുള്ള് റെക്കഗ്നിഷൻസും അതിന്റെ ട്രോഫികളും മാത്രം. അതെ ഒത്തിരി. ഇതെല്ലാം എന്തുവാണ്, ഇതെല്ലാം എന്നിൽ വന്ന് ചേർന്നിട്ടുള്ളതാണ്. ഇതൊന്നും നമ്മൾ ഒരിക്കലും അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടൊന്നും വാങ്ങിയതൊന്നുമില്ല. എൻ്റെ എഫേർട്ടിൻ്റെ ഫലമാണ്, അതിന് കിട്ടിയ ഒരു റിവാർഡാണ്. അതിനോട് എനിക്ക് അത്രയും താല്പര്യവും സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ട്. കാരണം എൻ്റെ ജീവൻ്റെ വിലയാണ് ഈ ഓരോ ട്രോഫി എന്ന് പറയുന്നതും. എൻ്റെ ജീവൻ്റെ വില. ഇപ്പം നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ചിലപ്പോൾ എൻ്റെ മോൻ ചോദിക്കും, അമ്മ എവിടെ പോകുന്നു? അപ്പം പാമ്പിനെ റെസ്ക്യൂ ആണുണ്ടെന്ന് പറയും. അപ്പം ചോദിക്കും എന്തോ പാമ്പ്? അപ്പം ഞാൻ പറയൂല, അറിഞ്ഞൂടാന്ന് പറയും. എന്താ ഞാൻ പറയാറില്ല, അറിഞ്ഞൂടാന്ന് പറയും. പോയാൽ അറിയാവൂന്ന് പറയും. എപ്പോൾ വരും എന്ന് ചോദിക്കും, ഞാൻ പറയൂല മറുപടി. കാരണം നമുക്കത് പറയാൻ പറ്റൂല. കാരണം ഞാൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ധാരണയില്ല. നമ്മൾ പോകുന്നു, ഓക്കെയാണ്. തിരിച്ചു വരുന്നത് നടന്നാണോ പെട്ടിയിലാണോ എന്തിലാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണയില്ല. അങ്ങനെ ഒരു ജോലിക്കാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. കുട്ടികൾ എപ്പോഴെങ്കിലും ആ പേടി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, മോനെ പറയാറുണ്ട്, മൂത്ത മോന് പറയാറുണ്ട്, മതിയാക്കി കൂടെ എന്ന് ചോദിക്കാറുണ്ട്. മുമ്പൊന്നും പറയൂലായിരുന്നു. രാത്രിയൊക്കെ പോകുമ്പം ചോദിക്കും, വേറെ ആരും ഇല്ലേ, അമ്മയ്ക്ക് വേറെ ജോലി ഇല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ ചോദിക്കാറുണ്ട്. അവനൊരു ഇതുപോലെയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകുമ്പോൾ അവനൊരു ടെൻഷനുണ്ട് മനസ്സിൽ. അതെ അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാനത് ശരിക്കും ഞാനങ്ങനെ ഒരു പേടി ഒരിക്കലും അവരെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഇല്ല. കാരണം എനിക്കങ്ങനെ ഒരു കുഴപ്പമില്ല. നമ്മൾ ആരായാലും ഇപ്പം ജനിച്ചാൽ മരിക്കും, അങ്ങനെ എന്തിനാണ് പേടി? കൂടിപ്പോയാൽ മരിച്ചു പോകും, അതിൽ മരുന്നൊന്നും സംഭവിക്കാനില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇതിനോടൊന്നും പേടിയില്ലാത്തത്. എനിക്ക് മരണത്തിൽ പേടിയില്ല. അതെ. കുറെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അതിൽ നേരത്തെ കരടി മരിച്ചൊരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫെയിൽഡ് ആയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് ഏതെങ്കിലും ഒക്കെ ഒന്ന് പറയാമോ? എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഫെയിൽഡ് ആയിട്ടുള്ളതില്ല. എനിക്ക് എൻ്റെ അറിവിൽ കരടി മാത്രമാണ് നമുക്ക് പാളിപ്പോയത് ഒരെണ്ണം ഉള്ളത്. പിന്നെ ആനക്കുട്ടിയൊക്കെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഒരു അമ്മ മരിച്ച ഒരു ആനയെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കോട്ടൂരുണ്ട്, അതിപ്പോഴും ഉണ്ട്, ആന കോട്ടൂരുണ്ട്. പിന്നെ ഒരു ഭയങ്കര വിഷമം ഉണ്ടായൊരു റെസ്ക്യൂ എന്ന് പറയുന്ന ഒരു കുരങ്ങിൻ്റെ കുഞ്ഞാണ്. അതും എൻ്റെ ഒത്തിരി വീഡിയോസിലും ന്യൂസിലും ഒക്കെ വന്നിട്ടുള്ളത്. ഒരു കുരങ്ങിൻ്റെ കുഞ്ഞ്, അത് മലയൻകീഴ് ഭാഗത്തുനിന്ന് കിട്ടിയതായിരുന്നു. 3 വർഷം മുമ്പാണ്. ഒരു കുഞ്ഞായിരുന്നു, മീൻസ് ഒരു 4-5 ദിവസം പ്രായമുള്ളതായിരുന്നു. അപ്പോൾ അതിനവിടെ ഒരു പോലീസാണ് എടുത്തു തരുന്നത്. ഒരു പോലീസുകാരൻ്റെ വീട്ടിലാണ് കിട്ടുന്നത്. അപ്പോൾ പുള്ളിയാണ് ശരിക്കും അത് എടുത്തു തരുന്നത്. അപ്പോൾ കൊണ്ടുവന്നിട്ട് അതിന് അതേപടി കൊണ്ട് കാട്ടിൽ കളയാൻ ഭയങ്കര വിഷമമാണ്. കാരണം കുരങ്ങിൻ്റെ കുഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യനായിട്ട് വളരെയധികം സാമ്യമുള്ളൊരു ജീവിയാണ്. അപ്പോൾ അത് ഇങ്ങനെ എന്തുവാണ് എടുത്തപ്പോൾ തന്നെ നമ്മുടെ നെഞ്ചിലിങ്ങനെ പറ്റിയിരുന്നാണ് ഞാൻ അവനെ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവനെ കൊണ്ടുവന്ന് ഓഫീസിൽ കൊണ്ടുവന്ന് പാല് കൊടുത്ത് അവനെ അവിടെ തന്നെ ഞാൻ വളർത്തി. കൊണ്ടുവന്ന് നല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഡോക്ടറെയൊക്കെ കാണിച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് നല്ല ചുണക്കുട്ടിയായിട്ട് നല്ലതായിട്ട് വളർത്തി. പക്ഷേ അപ്പോൾ രാത്രി ഞാൻ അവിടെ ഉള്ള ദിവസം ഞാൻ അവിടെ കൂടെ വയ്ക്കുമായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ ഇണക്കം എന്നോടായിരുന്നു, എൻ്റെ അടുത്തായിരുന്നു കൂടുതലും. മീൻസ് എൻ്റെ അമ്മയെ അതിന് അത്രയ്ക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാനുമായിട്ടായിരുന്നു ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ രാത്രി ഞാൻ വരുമ്പോൾ അവനെ ഞാൻ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഓഫീസും വീടുമായിട്ടൊരു 4-5 കിലോമീറ്ററിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഞാൻ വരുമ്പോൾ ഞാൻ കൊണ്ടുവരും, രാവിലെ പോകുമ്പോൾ ഞാൻ തിരിച്ച് കൊണ്ടുപോകാം. കാരണം അവിടെ ഇട്ടിട്ട് വന്നാൽ നോക്കാൻ വേറെ ആരും ഇല്ലാത്ത, കാരണം ഇത് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം രാത്രിയൊക്കെ. നമ്മൾ കുഞ്ഞുങ്ങളെ രാത്രി ഉണരുമ്പോൾ പാല് കൊടുക്കുന്ന പോലെ അങ്ങനെ എണീറ്റ് കൊടുക്കുമായിരുന്നു.
അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ അവനെ 1 വയസ്സ് വരെ ഞാൻ വളർത്തി. നല്ല സ്മാർട്ടായി, നല്ല വലിയ കുട്ടിയായി, ഭയങ്കര കുണ്ടണിയാണ്. മീൻസ് അതിൻ്റെ പേരെന്തെങ്കിലും ഇട്ടിട്ടുണ്ട്? തക്കുടു എന്നായിരുന്നു. അതിങ്ങനെ എന്തുവാണ് അവനെ ഇങ്ങനെ ചാടി നശിപ്പിക്കുമായിരുന്നു. എൻ്റെ ഒരു TV തന്നെ അവൻ നശിപ്പിച്ച TV അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇതുവരെ ആ TV നന്നാക്കിയിട്ടില്ല. ആ TV ഞാൻ മാറ്റി, എന്നിട്ട് പോലും ഞാനത് നന്നാക്കിയിട്ടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒരുപാട് അങ്ങനെ മീൻസ് അതിൻ്റെ ഒരു വൈൽഡ്നെസ് അത് എന്തായാലും കാണിക്കുമല്ലോ. അത് അല്പം പോലും ദേഷ്യം വരത്തില്ലല്ലോ, അത്രയും സ്നേഹം. ഭയങ്കര സ്നേഹമാണ് അതിന്. ഞാനുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. വിളിച്ചാൽ ഓടി വരും, ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മനുഷ്യരെ പോലെ അല്ല വന്യമൃഗങ്ങൾ, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ പിന്നീട് കുറച്ച് എന്താണ് നമ്മുടെ കൂടെയുള്ളവരുടെയൊക്കെ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായപ്പം ആ ഒരു മീൻസ് അതിലെനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത്, ഞാൻ ആ പത്രത്തിൻ്റെ പേരെടുത്ത് തന്നെ പറയാം, കേരളകൗമുദി. ആരുടെയൊക്കെ പ്രേരണ കൊണ്ടാണ് പിന്നെ ഞാൻ അതിനെ കൊന്നുകളഞ്ഞു എന്നും പറഞ്ഞിട്ടൊരു വാർത്ത പത്രത്തിൽ കൊടുത്തായിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ എന്തുവാണ് ഞാൻ ഏറ്റവും അധികം സങ്കടപ്പെട്ടു പോയ ഒരു ഇതെന്ന് പറയുന്നത് അതായിരുന്നു. ശരിക്കും ഞാൻ പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരും. കാരണം അവനെ ഞാൻ അത്ര ഭംഗിയായിട്ട് നോക്കി വളർത്തിയതാണ്. പിന്നീട് ഞാൻ കൊണ്ട് റിലീസ് ചെയ്തു. 1 വയസ്സ് ആവാറായപ്പോഴത്തേക്കും കൊണ്ട് റിലീസ് ചെയ്തു. കാരണം പിന്നെ മീൻസ് നമ്മളിങ്ങനെ ഈ ഫുഡ് നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതിന് ഒറ്റയ്ക്ക് ഫുഡ് എടുക്കാൻ പഠിക്കണം. ഇല്ലെങ്കിലും അതുപോലെ ഇതിനെ നമ്മൾ വനത്തിൽ കൊണ്ട് വിട്ടാലും ഈ കുരങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടെയുള്ള കുരങ്ങന്മാർ കൂട്ടത്തിൽ ചേർക്കുകയൊന്നുമില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ മനുഷ്യരായിട്ട് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് കടിച്ചു കൊന്നുകളയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് അവനെ ഒന്ന് സ്വന്തമായിട്ട് ഫീഡ് ചെയ്തൊക്കെ വരേണ്ട ഒരു സാഹചര്യമൊക്കെ ഞാൻ ഉണ്ടാക്കി വരുമായിരുന്നു. മീൻസ് ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങി മരത്തിൽ കൊണ്ട് കെട്ടിയൊക്കെ ഇടും, എന്നിട്ട് പോയി സ്വന്തമായിട്ട് എടുത്ത് തിന്നാൻ വേണ്ടിയൊക്കെ അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഉപദ്രവം ഉണ്ടായി. മീൻസ് ഒഫീഷ്യലി എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അങ്ങനെ പിന്നെ എന്തുവാണ് നിർബന്ധിതയായി പെട്ടെന്ന് റിലീസ് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായി. ഒരു വയസ്സ് ആവാറായപ്പോൾ, 1 വയസ്സിന് ആവാൻ 1 മാസം കൊണ്ടായതേ ഉള്ളൂ. വാർത്ത റിലീസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണോ വരുന്നത്? അല്ലല്ല, ഇതെല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞതിനൊക്കെ ശേഷം വരുന്നേ. ഞാൻ റിലീസൊക്കെ ചെയ്ത് 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വരുന്നത്. അത് മീൻസ് ചോദിച്ചായിരുന്നു എന്തെങ്കിലും അതോറിറ്റീസിനോട്? ഇല്ല, ഞാൻ അവരെ വിളിച്ചു സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ആ ഇടയ്ക്കൊക്കെ മീൻസ് ഞാൻ കുറച്ച് ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സമയമായി. ഈ കിങ് കോബ്ര പിടിക്കുമ്പോഴല്ല, അതിനൊക്കെ ഒത്തിരി മുന്നേ ഒരു എന്താണ് ആദ്യത്തെ ഒരു കോബ്രയെ പിടിച്ചപ്പോൾ ഒരു വീഡിയോ വൈറലായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഇതുപോലെ അവാർഡ്സൊക്കെ വാങ്ങി ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ എന്തുവാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഒരു സ്ത്രീയെ വളർന്നു വരാൻ അനുവദിക്കരുത് എന്നുള്ള രീതിയിൽ പല രീതിയിലും എന്നെ മോശക്കാരി ആക്കിയിട്ടുണ്ട്, ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ എന്നെക്കുറിച്ച് ദിവസവും എന്തുവാണ് ചില വേണ്ടപ്പെട്ട പത്രങ്ങളിൽ വളരെ മോശമായിട്ട് എഴുതി വിടുമായിരുന്നു. അപ്പോൾ അതിൽ അന്നിങ്ങനെ ഇവനെ ഞാൻ കൊന്നുകളഞ്ഞു എന്നും പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നു. അതാണ് എൻ്റെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യും എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഞാൻ അവന് റിലീസ് ചെയ്യുന്നതൊക്കെ കൃത്യമായി നമ്മൾ വീഡിയോ, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാം. വെറുതെ എന്താണ് നമ്മളെ മാനസികമായി തളർത്തുക, അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊക്കെ അറിയാമെന്നുള്ളതാണ്. ഈ അറിയാമെന്നുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്. മീൻസ് എന്തുവാണ് ഇത് റിലീസ് ചെയ്തു എന്നും അവൻ ഭംഗിയായിട്ട് പോയി എന്നും പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ തന്നെ നമ്മൾ ആ സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ ഞാൻ പോവുകയും ചെയ്തു, അന്വേഷിച്ച് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ അന്വേഷിച്ചപ്പോൾ അവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് ആൾക്കാർ തന്നെ പറഞ്ഞ് അറിയാമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് കാട് കയറി പോകില്ല, കാരണം അത് ഇത്രയും നമ്മുടെ കൂടെയൊക്കെ നിന്നിട്ടായതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു വേദന ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുള്ളത് ആ ഒരൊറ്റ വരിയാണ്. ബാക്കിയൊക്കെ നമ്മൾ സഹിക്കും. ബാക്കിയെല്ലാം ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ട്. എന്നെ ഏത് രീതിയിൽ ഒരുപാട് രീതിയിൽ. പക്ഷെ അതെല്ലാം ഞാൻ ഒരു സൈഡിൽ കൂടെ മാറ്റി വെച്ച് ഞാൻ പക്ഷെ ആ ഒരു ഇതുകൊണ്ടായിരിക്കാം എന്തുവാണ് ഭഗവാൻ ആ ഒരു എനിക്കത് നമ്മുടെ കർമ്മഫലം എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അത് നമുക്ക് പ്രകൃതി തരും, ഉറപ്പാണ്. കേൾക്കുമ്പോൾ തന്നെ വളരെയധികം വിഷമവും വേദനയും നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പേഴ്സണൽ ഗെയിൻസിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പൊളിറ്റിക്സിന്റെ പേരിൽ വേറൊരാളെ തകർക്കാൻ വേണ്ടി വാർത്തയും സത്യത്തിനെയും വളച്ചൊടിച്ച് ഏതൊരു രീതിയിൽ ഏത് അറ്റം വരെ കൊണ്ടുപോകാൻ ഇന്നത്തെ മാധ്യമ പ്രവർത്തനത്തിന് വരുമെന്ന് ചിന്തിക്കുന്നത് തന്നെ മനസ്സിൽ ഒരുപാട് വിഷമമുള്ള കാര്യമാണ്. പക്ഷെ എത്രയൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൽ സത്യമുണ്ട്. നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല,
എന്ന രീതിക്കാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ സത്യം മൂടി പുറത്തു വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ വളച്ചൊടിക്കപ്പെട്ട ആ വാചകങ്ങൾക്കോ വാക്കുകൾക്കോ ആരെയും തകർക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്, റീസെൻ്റ്ലി വാവാ സുരേഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. കേരള കൗമുദിലല്ലേ ഇത്രയും അവർ വ്യാജ വാർത്തയൊക്കെ എഴുതി വിട്ടെന്ന് പറഞ്ഞത്. അതേ സാഹചര്യത്തിൽ ആ നമ്മളെ താഴ്ത്തിക്കെട്ടിയ ആൾക്കാർ തന്നെ വിളിച്ച് വരുത്തി ഇൻ്റർവ്യൂ എടുത്ത് നമ്മുടെ ഒരു മേന്മ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് വളർന്നല്ലോ. അപ്പം അതൊക്കെ ഒന്ന് അത് ശരിക്കും 100% അങ്ങനെയാണ്. കാരണം കേരളകൗമുദിയിൽ തന്നെ എൻ്റെ നല്ല വാർത്ത വന്നു അതിന് ശേഷം. അപ്പം മുന്നേ ഞാനിങ്ങനെ അന്വേഷിച്ചു, ഇങ്ങനെ മോശമായിട്ട് വന്നപ്പോൾ ഞാൻ വിളിച്ച് അന്വേഷിച്ചു. ഞാൻ ഡിഫമേഷൻ കൊടുക്കാനൊക്കെ ഞാൻ വക്കീലിനെയൊക്കെ കണ്ടായിരുന്നു കേരളകൗമുദിക്കെതിരെ. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത്, ഞാൻ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന വാർത്ത മാതൃഭൂമിയിലൊക്കെ വരുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ കേരളകൗമുദിക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്നും ഞാനല്ല കൊടുക്കുന്നത്, അതിൻ്റെ ദേശത്തിലൊക്കെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാനൊരിക്കലും നമ്മളൊരു പാമ്പിനെ പിടിച്ചിട്ട് ഞാൻ വാർത്തുകൊണ്ട് കൊടുക്കുന്നതല്ല. ഇതൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഒരു മെമ്പറായിരിക്കും എന്നെ വിളിച്ച് റെസ്ക്യൂ തരുന്നത്. അപ്പോൾ ആ മെമ്പറിൻ്റെ ആ ഒരു പരിധിയിൽ വരുന്ന സ്ഥലത്തായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ മെമ്പർ എന്ത് ചെയ്യും, അവിടെയുള്ള ആൾക്കാരും കൂടി ചേർന്നിട്ട് വേണമെങ്കിൽ അവരുടെ ഭാഗത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അപ്പോൾ അതിങ്ങനെ വനം വകുപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, നല്ലൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരായിരിക്കും ചിലപ്പോൾ പത്രത്തിൽ കൊടുക്കുന്നത്, അല്ല നമ്മളല്ല കൊടുക്കുന്നത്. അപ്പോൾ അന്ന് ശരിക്കും ഞാൻ അതിശയിച്ചു പോയി. ഞാൻ അറിഞ്ഞ പോലും ഉള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അന്ന് എനിക്ക് ശരിക്കും തോന്നിയിരുന്നു. പക്ഷേ എന്തുവാണ് നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കർമ്മഫലം എന്നൊരു സാധനം ഉണ്ടല്ലോ. അവർ തന്നെ എൻ്റെ വാർത്ത പത്രത്തിൽ കൊടുത്തു, അവർ തന്നെ എന്നെ വിളിച്ച് ഇൻ്റർവ്യൂ എടുത്തു. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം നമ്മൾ കോഴിയെ പിടിച്ചവന് തലയിലെ പൂട കാണുമെന്ന് പറയുമല്ലേ, അതുപോലെയാണ് എനിക്ക് 100%. ഞാൻ ഇതുവരെയും, ഞാൻ 8 വർഷമായി ഞാൻ വനം വകുപ്പിൽ വന്നിട്ട്, ഞാൻ മനസ്സ് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ഇതുവരെ ഒരാളോടും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് പല രീതിയിലും. പിന്നെ എന്നെ ഉപദ്രവിച്ചപ്പോൾ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അതൊരു മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും ചെയ്തു എന്ന് പറഞ്ഞ് നോക്കി നിൽക്കാൻ ഞാൻ മദർ തെരേസ അല്ല. എന്തായാലും അതെനിക്ക് തരണം ചെയ്ത് ജീവിച്ചേ പറ്റുള്ളൂ. ആ രീതിയിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാനായിട്ട് പോയി ഒരാളെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. എനിക്ക് ആഹാരം തരുന്നത്, അല്ലെങ്കിൽ ഞാൻ അരി വാങ്ങുന്ന അതിനുള്ള കാശ് തരുന്നത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിനോട് എനിക്ക് 100% നീതിയുണ്ട്. എൻ്റെ വകുപ്പാണ് എനിക്ക് ചോറ് തരുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റാണ് എനിക്ക് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യില്ല. പക്ഷേ അതിനകത്തിരിക്കുന്ന കുറച്ച് പേര് ചേർന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ എന്നെ ഈ വനം വകുപ്പിൽ നിന്ന് മൊത്തത്തിൽ പറഞ്ഞു വിടാൻ തന്നെ ശ്രമിക്കുന്ന ഒത്തിരി പേരുണ്ട്. അല്ലെങ്കിൽ ഒന്നുകിലും ഞാൻ ജോലി രാജിവെച്ചിറങ്ങിപ്പോണം, ഇല്ലെങ്കിൽ എന്നെ ഏത് രീതിയിൽ ടെർമിനേറ്റ് ചെയ്ത്. അതെ, ഉറപ്പായിട്ടും ഉണ്ട്. സമൂഹത്തിലുള്ളവർക്ക് നമ്മളോട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. മീൻസ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്തിനാണ് നമ്മളോട് ദേഷ്യം. എനിക്ക് ഇപ്പോൾ ഈ കിങ് കോബ്രയുടെ റെസ്ക്യൂ വന്നതിന് ശേഷം എനിക്ക് പാകിസ്ഥാനിൽ നിന്ന് വരെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. എന്താ വന്നേ? പാകിസ്ഥാൻകാരുടെ സല്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ. അവിടുത്തെ പേര് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കിടപ്പുണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അത് കിടപ്പുണ്ട്. ആ മെസ്സേജ് ആ വീഡിയോയുടെ താഴെ നോക്കിയാൽ കാണാം, അതിൽ കിടപ്പുണ്ട്. പിന്നെ അതുപോലെ ഒത്തിരി ഒരുപാട് സ്റ്റേറ്റിൽ നിന്ന് വരുന്നുണ്ട്. നമ്മുടെ തന്നെ ഒരുപാട്, ഗുജറാത്ത്, അതുപോലെ മധ്യപ്രദേശ്, അതുപോലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും വരുന്നുണ്ട്. പിന്നെ എബ്രോഡ്, പുറത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, അതുപോലെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇവർക്കൊന്നും എന്നോടൊരു വിരോധവും ഇല്ല. കാരണം അവരെ നോക്കുമ്പോൾ ഒരു നല്ല കാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരാരും എന്നെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്കാണ്. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ അപ്രീഷിയേറ്റ് ചെയ്തു, അതാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ്. അതിനേക്കാൾ വലിയൊരു ആ പറഞ്ഞ കാര്യം എനിക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കണം എന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആരുമില്ല ലോകത്ത്. അപ്പം അങ്ങനെ ഒരാൾ നമുക്കൊരു അപ്രീസിയേഷൻ, എൻ്റെ പേര് പറഞ്ഞ് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എനിക്കെന്നല്ല, ഒരു സ്ത്രീക്ക് കിട്ടുന്ന അംഗീകാരമാണ്. അങ്ങനെയാണ് ഞാൻ കരുതിയിട്ടുള്ളത്. ചേച്ചി ഇപ്പോൾ BBC-യിലൊക്കെ സ്നേക്ക് ഹണ്ടേഴ്സ് എന്ന പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പോൾ അതിലോട്ടൊക്കെ അത് അറ്റൻഡ് ചെയ്യാനും പങ്കെടുക്കാനൊക്കെ വിളിക്കുകയാണെങ്കിൽ, ഇപ്പം ഇവിടെ മാം റൂട്ടഡാണ്, ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസിലൊക്കെ പങ്കെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു വിളി വന്നാൽ ഹൈപ്പോത്തറ്റിക്കലി ചോദിക്കുവാണ്, അതിന് വേണ്ടിയിട്ട് മാറി നിൽക്കാൻ വില്ലിങ് ആണ്? BBC-യിലൊക്കെ എൻ്റെ ന്യൂസ് വന്നു കേട്ടോ. BBC-യുടെ തന്നെ 4 ചാനലിലും 4 ഭാഷയും കൊണ്ട് വന്നു. ഇംഗ്ലീഷ്, അറബിക്ക്, തമിഴ്, അങ്ങനെ ഹിന്ദി, അങ്ങനെ അത് 4 ഭാഷയിലും കൊണ്ട് BBC-യുടെ തന്നെ ഈ കിങ് കോബ്രയുടെ ഇത് വന്നായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് അവർ മീൻസ് അല്ലാതെ ഒരുപാട് ഇംഗ്ലീഷ് ചാനലിൽ
മീൻസ് തെലങ്കാനയിൽ അങ്ങനെയൊക്കെ എല്ലാ സ്റ്റേറ്റിലും ഒത്തിരി ന്യൂസ് വന്നായിരുന്നു. പിന്നെ അല്ലാതെ ഇതുപോലെ ഈ റെസ്ക്യൂവിൻ്റെ ഇത് ചോദിച്ചുകൊണ്ട് തന്നെ ഇടയ്ക്കൊരു ഇംഗ്ലീഷുകാരോ വിളിച്ചിരുന്നു, ഇങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ ഞാൻ ബാക്കി ഇങ്ങനെ അതിൻ്റെ കൂടെ ആയിപ്പോയി. പിന്നെ അവർ ഇന്ന് ഒരു ദിവസം ഇതുപോലെ ഇൻ്റർവ്യൂവിന് വരട്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ പോകും. കാരണം നമ്മുടെ ഒരു സയൻറ്റിഫിക് റെസ്ക്യൂ എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു സംഭവമാണ്. ഈ ശാസ്ത്രീയമായ രീതിയിൽ സ്നേക്കിനെ റെസ്ക്യൂ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇതാണ്. അപ്പോൾ ആ രീതിയിൽ അത് നമുക്കൊരു ഇത് കാണിക്കാനൊരു എക്സ്പോഷർ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകും. അതിപ്പോൾ നമുക്ക് ലീവ് എടുത്തായാലും പോകാമല്ലോ, അപ്പോൾ ഉറപ്പായിട്ടും പോകും. ഓക്കെ, അടിപൊളി. എനിക്കിനി ഫാമിലിയെ കുറിച്ചാണ് അറിയേണ്ടത്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, കുട്ടികൾ പഠിക്കുന്നു എന്നറിയാം, എത്രയിൽ പഠിക്കുന്നു, അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കൂടെ കഴിഞ്ഞിട്ട് ലെറ്റ്സ് ഫൈൻഡ്. ഹസ്ബൻഡ് സജിത് കുമാർ സ്പെഷ്യൽ ഗ്രേഡ് ഓഡിറ്ററാണ്, സഹകരണ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, നെടുമങ്ങാട് എയറിലാണ്. മക്കൾ 2 ആൺമക്കൾ. മൂത്ത മോന് 10ാം ക്ലാസ് കഴിഞ്ഞു, ഇപ്പോൾ +1-നാണ്. ഇളയാൾ 8ാം ക്ലാസ്സിൽ. പിന്നെ വീട്ടിൽ അമ്മ, 2 ചേച്ചിമാരാണ്. മൂത്തേച്ചി ശരിക്കും ചേട്ടൻ്റെ അതേ ജോലി തന്നെയാണ്, ഓഡിറ്ററാണ്, സഹകരണ വകുപ്പിലാണ്, നെടുമങ്ങാട് ഓഫീസിലാണ്. ചേട്ടൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ്. ഇളയ ചേച്ചി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലാണ്. ചേട്ടൻ സബ് രജിസ്ട്രാറാണ്, വിതുര സബ് രജിസ്ട്രാറാണ്. പിന്നെ ഞങ്ങൾ 3 പേരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. 3 ചേട്ടന്മാരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഇതാണ് ഫാമിലി. ഓക്കെ, അപ്പോൾ സെയിം വകുപ്പിൽ തന്നെയാണ് പുള്ളിയും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താ ലവ് മാരേജോ എല്ലാം ആണോ? അങ്ങനെ അവിടെ വെച്ച് കണ്ട് ഇടപഴകി ഇഷ്ടം ചേട്ടനൊക്കെ ഒത്തിരി മുന്നേ സർവീസിൽ കയറിയതാണ്. ചേച്ചി അതിനൊക്കെ ശേഷം വന്നതാണ്, ഡിപ്പാർട്ട്മെൻറ്റിൽ സഹകരണ വകുപ്പിൽ വന്നതാണ്. അവൾ ഓഡിറ്റർ ആവാൻ വേണ്ടി ഇതുപോലെ പഠിച്ച് അതിനുവേണ്ടി അങ്ങനെ കിട്ടിയതാണ്, ഓഡിറ്ററായിട്ട് കയറിയതാണ്. ചേട്ടനൊക്കെ എനിക്കൊന്ന് 2004-ലോ 2005-ലോ കൊണ്ടൊക്കെ ചേട്ടന് സർക്കാർ ജോലി കിട്ടിയതാണ്. LD ആയിട്ട് കയറിയതാണ്. ഒത്തിരി വർഷമായി. അങ്ങനെയൊന്നുമല്ല, അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു. അതെ. ഞാൻ ഇന്നത്തെ ഇൻ്റർവ്യൂവിന് ശേഷം വളരെയധികം ഹാപ്പിയാണ്, പ്ലസ് ആസ് എ വുമൺ ഭയങ്കര പ്രൗഡുമാണ്. നിങ്ങൾ പ്രേക്ഷകരിലേക്ക് ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റ് ഈ ഒരു ഇൻ്റർവ്യൂ ഇത്രയും വിശിഷ്ട ഒരു വ്യക്തിത്വം, വളരെ ലൈഫിൽ ഒരു ഫൈറ്റർ എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു.